ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമ്മീസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ റേഷൻ അരി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ് എടുത്തത്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിത് ഡിന്നറിൻ്റെ സമയത്താണ് ഉണ്ടാക്കിയെടുത്തത്. അതിനുവേണ്ടി തന്നെ ഞാനിപ്പോൾ രാവിലെയാണ് ഇത് കുതിർക്കാനായിട്ട് വെച്ചത്. എന്നിട്ട് ഞാനിപ്പം വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്താണ് ഇത് അരച്ചെടുക്കുന്നത്. ഒരല്പം മാത്രം വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല തിക്കായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് അരച്ചെടുക്കാം. ഒരു 2 കപ്പ് അരിയിലേക്ക് മൊത്തം 1.5 കപ്പ് തേങ്ങയാണ് ചേർത്തത്. അതേപോലെ ഒരു 10-15 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ടൈറ്റാക്കി എടുക്കണം കുറച്ചുകൂടി. ആ ബൗളിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ടൈറ്റാക്കി എടുക്കാൻ 4 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൈറ്റാക്കി എടുക്കുക. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് അടച്ചു വെക്കുക. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരല്പം സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 300 ഗ്രാം ചിക്കനാണ് ഞാൻ ഉപ്പും മുളകും ഇട്ടിട്ട് ഫ്രൈ ചെയ്തതായിരുന്നു. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് എണ്ണ തൂവി കൊടുക്കുക. അതേപോലെ ഇതിൽ ചേർക്കാനായിട്ട് 4 എഗ്ഗ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നല്ലോണം എണ്ണ തൂവിയതിന് ശേഷം നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആയിട്ട് ഇതെടുത്തിട്ട്
ഈ ഇഡ്ഡലി തട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗിന്ന് ഒരു കഷ്ണം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. വീണ്ടും ആദ്യം ചെയ്ത പോലെ ചെറിയൊരു ബോൾസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കവർ ചെയ്യുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിലാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഓരോ കുഴിയിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയാലോ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റിയിട്ട് അടുത്തത് വെച്ച് കൊടുക്കാം. ഇതേപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാനിത് 2 രൂപത്തിൽ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷം പെട്ടെന്ന് ഇതെടുക്കാൻ കിട്ടും. ഇതിങ്ങനെ തന്നെ കഴിക്കുക. കുറച്ച് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ മുക്കിയിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇതിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 2 രൂപത്തിലും കഴിക്കാം. ഇതിൽ നിന്ന് ഒരു 6 പീസ് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ റേഷൻ അരി വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.